കപ്പ എങ്ങനെ കഴിക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ചമ്മന്തി തയ്യാറാക്കണം, മുളക് ചമ്മന്തി. അപ്പോൾ ഇതിനകത്ത് നമ്മൾ മുളക് ചമ്മന്തിയിൽ എന്തൊക്കെ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ പച്ചമുളക് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് ചെറിയ ഉള്ളി കുറച്ച്, ശകലം ജീരകം കുറച്ച് നമ്മൾ ഉപയോഗിക്കും. പിന്നെ കുറച്ച് പുളി ആവശ്യത്തിന് ഉപയോഗിക്കും. അത് കഴിഞ്ഞിട്ട് ഉപ്പ് നമ്മൾ ഉപയോഗിക്കും. അത് കഴിഞ്ഞ് കുറച്ച് കാന്താരി മുളക്. അപ്പോൾ ഇത്രയും മിശ്രിതങ്ങളാണ് നമ്മൾ ചേർത്ത് ഒരുമിച്ച് ചമ്മന്തി അരയ്ക്കുന്നത്. ഈ ചമ്മന്തി അരച്ച് റെഡിയാക്കിയതിന് ശേഷം അപ്പോൾ നമുക്ക് ചമ്മന്തി അരച്ച് റെഡിയാക്കിയ ശേഷം കപ്പയും ചമ്മന്തിയുമായിട്ട് കഴിക്കാം. അപ്പോൾ അതിലേക്ക് വേണ്ടി ഞാനിനി ചമ്മന്തി റെഡിയാക്കാൻ പോവുകയാണ്. അപ്പോൾ ചമ്മന്തി എങ്ങനെ അരയ്ക്കാമെന്നുള്ളത്, ആദ്യം പച്ചമുളക് എടുക്കുന്നു. കഴുകി വെച്ച പച്ചമുളകാണ്. ഇനി അതിൻ്റെ മൂട് കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഞെട്ട് നുള്ളി കളയുകയാണ്. ഇതെടുത്ത് കളഞ്ഞ് ഞെട്ടുകളെല്ലാം എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് മുളക് ചമ്മന്തി അരയ്ക്കാൻ തുടങ്ങാം. ആദ്യം വലിയ കാരിമുളക്. അപ്പോൾ ഈ മുളകിന് നമുക്ക് അരയ്ക്കാം. അതെങ്ങനെ നോക്കാം. ഇപ്പോൾ തല്ലിയാൽ മാത്രമേ നമ്മൾ ഇത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തല്ലിയതിന് ശേഷം നമ്മൾ അമ്മിയിൽ അരയ്ക്കുകയാണ്. ഇങ്ങനെ കുറേശ്ശെ നമ്മൾ അരച്ചെടുക്കുക. ചമ്മന്തി ഇങ്ങനെ മുളകുകളെല്ലാം തന്നെ കുറച്ച് ചെറുതായിട്ട് അരഞ്ഞു വരികയാണ്. ഇത് നമ്മൾ നല്ലവണ്ണം അരച്ചെടുക്കേണ്ട, ഇത് കഴിക്കാൻ പരുവത്തിന് വേണ്ടി മാത്രം നമ്മൾ കപ്പയുടെ കൂടെ കഴിക്കേണ്ട രീതിയിൽ നമ്മൾ അരച്ചെടുക്കാം. ഇനി നമുക്ക് കാന്താരി മുളക് കൂടെ ഇതിനകത്ത് ചേർക്കാം. ഇത് ചതച്ചതിന് ശേഷമാണ് നമ്മൾ അരയ്ക്കുന്നത്. ഇപ്പം മുളകിനൊക്കെ എല്ലാം ആദ്യം നമ്മളിങ്ങനെ ചതയ്ക്കും. അമ്മിയിൽ ഉപയോഗിച്ച് ചതച്ചു. ഇനി നമ്മൾ അരച്ചെടുക്കുകയാണ്. ഇനി ഏകദേശം അരഞ്ഞു. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജീരകം ചേർക്കാം, ആവശ്യത്തിന് മാത്രം. ചെറിയ ഉള്ളി ആവശ്യത്തിന് മാത്രം. അപ്പോൾ ഇതിനെ വെച്ച് രണ്ടും കൂടി ചേർത്ത് നമ്മൾ തല്ലി ഇങ്ങനെ ചതച്ചതിന് ശേഷം ഇതിൽ അരച്ച് ചേർക്കും. ഇനി നമുക്ക് വേണ്ടത് ടേസ്റ്റിന് വേണ്ടി ശകലം മല്ലിയില നമുക്ക് ഇതിനകത്ത് ചേർക്കാം. അത് ഈ ചമ്മന്തിയുടെ ടേസ്റ്റിന് വേണ്ടി മാത്രമാണ്. പിന്നെ നമ്മൾ ഈ ശകലം പുളി എടുത്ത് വെച്ചിരുന്നു. ഈ പുളി ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് വെള്ളത്തിൽ മുക്കി നമ്മൾ ചമ്മന്തിയിലേക്ക് വയ്ക്കാം. ഇതെല്ലാം ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. പുളിയും ആ മല്ലിയിലയും അരച്ച് കഴിഞ്ഞു. അപ്പോൾ അതിനുശേഷം നമുക്ക് ശകലം ആവശ്യത്തിന് വേണ്ടി മാത്രം ശകലം ഉപ്പ് ചേർക്കാം. ഉപ്പുമായി. ഇനി മൊത്തത്തിൽ നമുക്ക് മുളകും ഉള്ളിയും ജീരകവും ഇതെല്ലാം കൂടെ തന്നെ കാന്താരി മുളകും എല്ലാം കൂടെ മിക്സ് ആക്കിക്കൊണ്ട് പുളിയൊക്കെ ചേർത്തുകൊണ്ട് ഒരുമിച്ച് മിക്സ് ചെയ്ത് അരയ്ക്കാം. ഇപ്പോൾ നമ്മൾ മുളക്, കാരിമുളക്, കാന്താരി മുളക്, ജീരകം, ചെറിയ ഉള്ളി, ശകലം പുളി, ഉപ്പ്, പിന്നെ 2 ഇതൾ മല്ലിയില എന്നിവ ചേർത്തുകൊണ്ടുള്ള മിശ്രിതമായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നമ്മളിപ്പോൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഈ ചമ്മന്തി ആയിക്കഴിഞ്ഞു. നമുക്കിതിനെ ഇളച്ചൊരു പാത്രത്തിലേക്ക് എടുക്കാം. എല്ലാം കൂടെ എടുത്ത് ചെറിയ ബൗളിലാക്കി എടുക്കാം. ഇനി നമുക്ക് ഈ ചമ്മന്തി ഒരു ബൗളിലാക്കി എടുക്കാം. ഇപ്പോൾ ചമ്മന്തി അടിപൊളിയായി കഴിഞ്ഞു. നമുക്ക് കഴിക്കാം.
കപ്പയോട് ചേർത്ത് കഴിക്കാം. വളരെ മനോഹരമായ രീതിയിൽ അടിപൊളിയായിട്ടുള്ള ഒരു ചമ്മന്തിയാണ് നമ്മളിപ്പോൾ ശരിയാക്കിയിരിക്കുന്നത്.